എങ്ങനെയാ വിളിക്കണ്ടേ? ചിഹ്നത്തിന് വിളിക്കണോ ഒച്ചത്തിന് വിളിക്കണം? വിളിച്ചാ കാണുവാ? വിളിച്ചാ കാണുവാ? നോക്കാം അല്ല വിളിച്ചു നോക്കാം. നല്ല പരിചയല്ലേ? അങ്ങനല്ലേ വിളിച്ചു നോക്കാം. കേക്കണ്ടേ മക്കള്? വിളിച്ചു നോക്കാം അല്ലേ? വിളിച്ചു നോക്കട്ടെ. എല്ലാം കൊടുക്കാനുണ്ടാവില്ലേ? കുട്ടികൾ പറഞ്ഞാലല്ലേ കൊടുക്കൂലേ? അല്ലേ വിളിച്ചതെല്ലാം കൊടുക്കാനുണ്ടാവും. എന്നാ വിളിച്ചു നോക്കാം. ഈ കൊറേ ആയിട്ട് കിട്ടുന്ന പറഞ്ഞ കൊറേ കാലായി ഇങ്ങനെ കൊടുക്കും തരുന്ന കാത്തിക്കുന്നത്. അവിടെ ഒന്നും കൂടി വിളിക്കുന്ന പറഞ്ഞു. ഇത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ലേ? കൊറേ കാലായി അങ്ങനെ വെക്കുന്നു. കുട്ടികൾ പറയുന്നത് ഇതിപ്പം അവരെല്ലാം ഉണ്ടിച്ചല്ലേ എന്നെ വിളിക്കുന്നത്. അവിടെ ഒന്ന് വിളിച്ചു നോക്കാം അല്ലേ? മരിക്കുന്നെല്ലാം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. അത് കുട്ടിക്ക് കൊടുക്കുന്നതിന് മറ്റതാണ്. ഇതിനൊരു കളിയുമില്ല. കുട്ടികൾക്ക് കുടിച്ചിട്ട് നടന്നിട്ട് പോകട്ടെ. അതിന്റെ കളിയല്ല. അതിന് അടക്ക് അങ്ങനെ കൊത്തല്ലപ്പം മക്കള് വന്നിട്ട് കത്തി കാണിച്ചാൽ മക്കളാണ് ഇങ്ങനെ വെച്ചാൽ അതല്ലേ പറയുന്നത്. ഇതപ്പുറം എല്ലാം എത്രോട്ടാ മലരുവാ? ഇങ്ങനെ മലർന്നാലെങ്ങനെയാണ്? മക്കളെ പിന്നെ പിതാവിനെ കണ്ട സ്നേഹത്തിന് ഇങ്ങനെല്ലാം കേറി പിടിച്ചാ ചെയ്യാ. ഒരു വിശ്വാസല്ലേ മക്കളെ? പിന്നെ പാലും കേറൂലേ? ആടെ നിൽക്ക് കുത്തിലെ കേട്ടില്ലേ? ഒന്നില്ലേ പറയുന്നറിയാ. നിങ്ങളെ കാണുമ്പോ കേറി പിടിക്കാൻ തോന്നുന്ന ഇങ്ങനത്തെ കുട്ടികളില്ല. ഇങ്ങനത്തെ കുട്ടികളില്ല. ആടെ നിൽക്കൂത്തിലെ എല്ലാ ആളെ നിന്നിട്ടില്ലേ? ഇനി എന്നാ വേണ്ടത്? ഇനി എന്നാ ഇല്ലത് വേഗം കൊടുത്തേ കുട്ടികളെ. എന്നാ എല്ലാം തന്നെ തറവാട്ടിൽ വന്നല്ലേ, വിളിച്ചിട്ട് വരുത്തിയിട്ട് വന്നതല്ലേ, അപ്പൊ വെള്ളം കൊടുക്കണ്ടേ? അങ്ങനെ കൊടുക്കടാ. എന്നാ വേണ്ടി ദൈവം കുട്ടിയൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക. എന്നാ വേണ്ട കുത്തലേ? അതൊന്നും ഇവിടെ കൊടുക്കാൻ കഴിയില്ല. നമ്മളെ വീട്ടിൽ പറയുന്നതാ ഏതണ്ടേ? നിന്റെ എവിടെയും കൊണ്ടാ വ്രണമുണ്ടാ? വ്രണമുണ്ടാ? എവിടെയും പൊട്ടിയിട്ടുണ്ടാ? കണ്ടേ പറയുന്ന കേട്ടോ. ചെലമ്പാണെന്നാ. നിനക്കെന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടാ?
ആ ആടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ആട അതേ ഉള്ളൂ ആട. കുട്ടികൾ വന്നു 8 കുട്ടികൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഉച്ചക്ക് ചിലമ്പോഴും പോയി ജലമുണ്ട്. ജലം ആയിരിക്കും. ജലായിരിക്കില്ല. ജലം അതന്നെ എനിക്കറിയാം. തന്റെ എന്നാ അതായിരിക്കും അല്ലേ അത് കൊടുത്തേക്കാം പിടിച്ച് അങ്ങനെ ചെയ്യല. മക്കളല്ലേ മക്കളെ തന്നെ അവര് പേടിച്ചിട്ടായിരുന്നു. അച്ഛനെല്ലാം കാണുന്നു. അച്ഛനെ കാണുമ്പോൾ എന്തെല്ലാം പോയത് ഇങ്ങനെ പിന്നെ പോകില്ലേ? പറഞ്ഞ പോലെ ഉണ്ട് എല്ലാരും ഇരുന്നില്ലേ? ജലം കൊടുത്തു അല്ലേ? ജലം കൊടുത്ത് ശുദ്ധിയാക്കി ആരാ വന്നിരുന്നാന്ന് എനിക്കറിയുന്നത്. നീ വരുന്നെല്ലാം നീ അറിഞ്ഞിട്ട് ആരാ വന്നിരുന്ന് അറിയണാ? ഏതന്നെ എനിക്കറിയെങ്കിൽ എനിക്കതൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? നിന്റെ അടുക്കല്ല എപ്പോ വരുന്നുണ്ടാവും അല്ലേ? ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നില്ലേ? ഒരിക്കലും തൊട്ട് തെറിപ്പിക്കുന്നില്ല. ആടെല്ലാം വന്നിട്ടുണ്ടാവും അല്ലേ? എനിക്കറിയാ എന്തോ എനിക്കറിയാ എന്നാ വേണ്ടിപ്പം മക്കളെ പേര് ആരെല്ലാം വന്നിന്നൊന്ന് പറയണ്ടേ? പരിചയപ്പെടുത്തും. എങ്ങനെയാ ഈ വന്നവരെ മക്കളെ എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഒറ്റയാക്കിട്ട് എന്നാ നേരെ വേണം പേര് പറഞ്ഞത് എങ്ങനെയാ വേണ്ടി? അത് ദൈവം എങ്ങനെയാ വെച്ചാൽ എല്ലാരും പേര് എത്രയാളാ വന്നിനി? അമ്മു എത്രയാളാ വന്നോളി എന്താ വന്ന നീ പറയുന്നതിനെ ആൾക്കാർ വെക്കുവാ അത് വേണ്ടേ? അങ്ങനെ ചെയ്യും. നീയല്ലേ നേരത്തെ എത്ര എണ്ണം പറഞ്ഞത്? അല്ല അത് ഇനിയുണ്ടോന്നറിയില്ല. ഇതിലാന്ന് എന്നാ പറഞ്ഞു നോക്കല്ലേ? നന്ദി. അങ്ങനെയാണ് നിന്റെ പിണ്ടം കഴിഞ്ഞു പോയില്ല. നീ എണീക്കുന്നില്ലേ? എന്തിനാ ദൈവത്തിനെ പരിപാലിക്കാണ്ട് ഇരുന്നരക്കായി പോയാ നീ ഇല്ല. ഇരുന്നൊക്കെ വേണം. അതാണ് ലക്ഷ്യം. അതാ നീ ഇതായിരിക്കും വെച്ചിന് നന്ദി എന്നല്ലേ പറഞ്ഞു. നന്ദി എന്ന് പറഞ്ഞേ. നന്ദി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നന്ദി നമസ്കാരം. നമസ്കാരം. അങ്ങനെയല്ലേ പേര് പറ. നന്ദി നമസ്കാരം. അങ്ങനെ പറയാം. പേര് നമ്മളാ പറയാ. ആരെങ്കിലും എന്തെങ്കിലും തന്നാലല്ലേ നന്ദി. ഇതിനല്ലേ ആരോടാ ഈ നമസ്കാരം പറയാൻ പഠിച്ചത്? ദൈവം പഠിപ്പിച്ചല്ലേ. അങ്ങനെ ആയിട്ടല്ലേ? എന്നാ നമസ്കാരം വേണ്ട. നമസ്കരിപ്പം വേണ്ട. നന്ദി കഴിഞ്ഞിട്ട് പേര്. നന്ദി 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 ഇല്ലാത്ത നന്ദി ഉണ്ടെങ്കിൽ നന്ദി ഇല്ലാത്തത് വേണ്ടേ? അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ മക്കളൊന്നും ഇല്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്നാട്ടല്ലേ? നന്ദി നന്ദിയേശ്വരൻ ശൃംഗി അത് ഈ അടുത്തെന്നാ പറയാ. നീ പോയിട്ട് മൃഗി ദൈവം തന്നെയല്ലേ ഇറങ്ങി ദൈവം തന്നെയല്ലേ പേര്. നന്ദി നന്ദികേശ്വരൻ ശൃംഗി ശൃംഗി
പിന്നെ ആരാ ഇറങ്ങിയേ നന്ദി നന്ദികേശ്വരൻ ഭൃങ്കി ഭൃങ്കി കണ്ടൻ ഇനി ആവില്ല കർണനാണ് നന്ദി നന്ദികേശ്വരൻ ഭൃങ്കി ഭൃങ്കി കണ്ടൻ കർണൻ കുമരൻ ഗണപതി നേരാവണ്ണ കുത്തലെല്ലാം വന്നയാ കുത്തലേ ഇത് നിങ്ങളുടെ പേരെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ചോദിച്ചു കൊടുത്തത് ഇത് എന്നാ വേണ്ടി വീട്ടിൽ വീട്ടിൽ ഭാവി അനുഭവിച്ചിട്ട് വീട്ടിൽ പോലെ ആയിക്കൊടുത്തേ അങ്ങനെ പറഞ്ഞാൽ മതിയാ അതെ ഇല വെച്ചില്ലേ ഇനി പോയിക്കോട്ടെ കുത്തല് പറയുന്നേട്ടാ ഇലകളെ കുത്തല് പറയുന്നേട്ടാ ഇല വെച്ചില്ലേ അല്ലേ ഇനി പോയിക്കോട്ടെ കൊടുക്കണ്ടേ ഇനി എന്നാ മതി അവരെന്താ പേരുണ്ടല്ലോ കൈലാസത്തിങ്കിൽ നിന്നും ശങ്കരാചാര്യരെ പരീക്ഷിപ്പാനായിക്കൊണ്ടല്ലേ ചണ്ടാള വേഷം ധരിച്ചിരിക്കുന്നതായ സമയത്തിങ്കിൽ നീച വേഷധാരികളായിക്കൊണ്ടല്ലേ ചാളപ്പുളിയനെന്നും ചാളപ്പുലച്ചിയെന്നും പത്തില്ലത്തിങ്കിൽ കുടികൊണ്ടിരിക്കുന്നതായ അനുഭവമല്ല അല്ലേ അന്ന് നീച വേഷധാരിയായി കൊണ്ടിരിക്കുന്നതായ രൂപം അല്ലേ അതാ പറയണ്ടേ ചിരിച്ചു പോലെ കാഞ്ഞൻ കേട്ടോ കാഞ്ഞരൻ കാഞ്ഞൻ കാഞ്ഞരൻ മരത്തൻ ബിരുക്കൻ വെള്ളേൻ കൊള്ളേൻ ഭക്ഷ്യൻ കുട്ടൻ അതിനാ പെട്ടെന്നായില്ലേ എന്നാ വേണ്ട കുത്തല ഈറ്റിളെ കൊണ്ടാകുന്നില്ല എന്തെല്ലോ പറയുന്നു എന്തെല്ലോ കളിപ്പിക്കുന്നു കുത്തലേ ഇത് എന്നാ വേണ്ടു കുത്തലേ അത് ആവുകയില്ല വെള്ളരി വേണം പോലും വെള്ളരി വെള്ളരിക്കില്ല ഇവർ കണ്ടത്തിലാവുന്ന വെള്ളരിക്ക വേണമെന്നാ പറയും കണ്ടത്തിൽ വന്ന പോലത്തെ വർത്താനം വെള്ളരിക്കുണ്ടെങ്കിൽ പച്ചേച്ചി ആ പച്ചേച്ചല്ല ഒരു വെളുത്തൊരു ഇത് നോക്കണം അത് വെള്ളരി ഇല്ലെങ്കിൽ പച്ചേച്ചി തന്നെ പച്ചേച്ചിയില്ല ഇതാണോ ചോദിക്കുക ഇത് കാണിച്ചു കൊടുത്താൽ മനസ്സിലാവുമല്ലോ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടാവുക വെളുത്തിരിക്കാ വെള്ളരി ദേഷ്യം പിടിച്ചിട്ട് മടക്കി പോകും അല്ല അത് ദൈവം പറഞ്ഞ ശരി അത് ആ കാഞ്ഞനും കീരനും കാഞ്ഞനും കൈകുറലും ചോദിക്കും പുഴുത്തുണ്ടോ ചോദിക്കും പുഴുത്തതില്ല വെള്ളരി തന്നു എന്നാ പുളിങ്കറി പുളിങ്കറി അല്ല ദൈവം ഇത് ചോദിച്ചു കൈപ്പാട്ടിലെല്ലാം പോയിട്ട് വരുന്നല്ലേ അതെ അതുകൊണ്ട് പറഞ്ഞായിരിക്കും പുളിങ്കറി വേണമെന്നാ പറയും പുളിങ്കറിക്ക് വെച്ചിന് ഇതാണോ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും കുട്ടിക്ക് ഇതെന്തായത് പുഴുക്കലരി അങ്ങനെയായത് എന്നാ കൊടുക്കല്ലേ ഇത് രണ്ടും കൊടുത്തിട്ട് ആ കുത്തിലെ വർത്താനം കേട്ടോ അതിപ്പോ ഞാൻ എങ്ങനെയാ കേട്ടോ എന്നാ പറയുന്നറിയാ ഇതെന്താ കൊടുക്കാൻ പറ്റില്ല അവളെ വേണമെന്നാ പറയുന്നത് ആ സമയമാകുമ്പോ കല്യാണം കഴിച്ചു കൊടുക്കണം ആ
സമയമാകുമ്പോൾ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കും. എന്നാൽ ഇങ്ങനത്തെ ചോദ്യം സമൂഹത്ത് വരില്ല. കുത്തല് പറയുന്നത് കേട്ടോ. അതന്നെ ഏതല്ലേ? അവളെ വേണം അവളെ വേണം എന്നാ പറയും. കുട്ടികളെ വഴി അങ്ങനെ ഇല്ലെങ്കിൽ കട്ടവള വേണം എന്നാ പറയും. കെട്ടവളല്ല, അവള് അല്ല, അതുപോലത്തെ ഒരു സാധനം ഇവിടെയുണ്ട്. ഇനി ആ ഒരു പേരിന് സാദൃശ്യമായ ഒരു സാധനം അതെന്നാണ് അവില് എന്ന് പറയുന്നത്. ഈ അവിലിനാണ് അവളെ പറഞ്ഞത്. നിങ്ങളെ ഭാഷ പൊട്ടന്റെ മക്കൾക്കല്ലേ എനിക്ക് തിരിയുന്നുണ്ടല്ലേ. ഇത് ചോദിച്ചൊക്കെ ഇത് തന്നെയായിരിക്കും. എവിടെയാ കൊടുക്കേണ്ടത്? ഇത് ഓരോന്നായിട്ടില്ല തന്നെ, കട്ടവിലല്ല, ഓരോ അവിലായിട്ടായിട്ട്. ഏതാ അവില്? ഇത് തരുന്നതാണെങ്കിൽ അങ്ങനെ ദൈവത്തിന് ഇഷ്ടം പോലെ. കണ്ടേ? ഇത് ഏതാ അവില്? തരുന്നതാ എന്നാ കൊടുക്കാനാ.